ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശ ഇഡ്ഡലി ബാറ്ററാണ്. പച്ചരി കുതിർത്തി വെച്ചേക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഉഴുന്ന് കുതിർത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ പതഞ്ഞ് വരണം. നമ്മൾ പത ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും മഞ്ഞുകാലമായാൽ കൂടി നമുക്ക് ബാറ്റർ പൊന്തി കിട്ടാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇതുപോലെ പത വരണം, അതായത് കൂടുതൽ നേരം ഉഴുന്ന് നമ്മൾ കുതിർത്താം. പിന്നെ നമ്മൾ ഈ പച്ചരി ആദ്യം സെപ്പറേറ്റ് നമ്മൾ അരച്ചെടുക്കുക. മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് നൈസാക്കിയിട്ട് തന്നെ പച്ചരി അരച്ചെടുക്കുക. അധികം തരിയൊന്നും പാടില്ല. അതിനുശേഷം നമ്മൾ ഉഴുന്ന് സെപ്പറേറ്റ് അതേ ജാറിൽ തന്നെ, കഴുകാൻ നിൽക്കേണ്ട അതേ ജാറിൽ തന്നെ ഉഴുന്ന് നമ്മൾ കുതിർത്തിയ വെള്ളം തന്നെ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്നാലാണ് പൊന്തി കിട്ടുള്ളൂ. അതിനുശേഷം ഒരു ഗ്ലാസ് ചോറ്, ഏതാണോ നല്ല അരി കുത്തരി ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതിൽ ഉള്ള ചോറ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതും അരച്ചെടുക്കുക. ഫസ്റ്റ് നമ്മൾ പച്ചരി അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉഴുന്ന് അരച്ച് വെച്ചിരിക്കുന്നതും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ചിലർ കുറച്ചും കൂടി ക്രിസ്പി ടേസ്റ്റി കൂടുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഉലുവ ഇട്ടിട്ട് ഇതിൻ്റെ കൂടെ അഴിക്കാറുണ്ട്. ഞാൻ ഉലുവ ഇട്ടിട്ടില്ല. ഇനി നന്നായിട്ട് കൈകൊണ്ട് രണ്ടും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് അടിച്ചടിച്ചിടുകയാണ്. നമ്മൾ കൈ വെച്ച് എന്തോരം നേരം അടിക്കുന്നോ അപ്പോഴും നമുക്ക് ഈ പൊന്താനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും മാവിന്. ഓക്കെ, അതിനുശേഷം ഇത് മാറ്റി വയ്ക്കാം. പിറ്റേ ദിവസം ഞാൻ ഈ മാവ് എടുക്കുമ്പോൾ ഇത്തരത്തിൽ പൊന്തിയിട്ടുണ്ട്. ഇത് നല്ല തണുപ്പുള്ള സമയത്ത് തന്നെയാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണം, ദോശയ്ക്ക് ഇഡ്ഡലിക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ ഈ മാവ് ഇപ്പോൾ രാവിലത്തേക്ക് പൊന്തി കിട്ടിയ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ നിങ്ങൾ ഇതുപോലെ തന്നെ പുറത്ത് വെച്ചേക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള പുളിക്ക് അനുസരിച്ചിട്ടുള്ള മാവ് കിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.